നാലാം ഘട്ട സമരപ്രഖ്യാപനവുമായി ആശാ വർക്കർമാർ മെയ് 5 മുതൽ ജൂൺ 17 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമരയാത്ര നടത്തും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നേതൃത്വം നൽകും. വിനയ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനയ, നാലാം ഘട്ടം എന്ന് പറയുന്നത് കേരളമുടനീളമുള്ള ഒരു രാപ്പകൽ യാത്രയാണ് അല്ലെ? തീർച്ചയായും എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നാലാം ഘട്ട സമര പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തുടനീളം ഒരു സമരയാത്ര നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാപ്പകൽ സമരയാത്ര നടത്തും. മെയ്യിൽ ആരംഭിച്ച് മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഈ സമരയാത്ര സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിലൂടെ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സമരയാത്ര സംഘടിപ്പിക്കുമ്പോഴും ഈ രാപ്പകൽ സമരയാത്ര നടത്തുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം നിലനിർത്തുമെന്നും സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമരയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് സമരസമിതി നേതാവായിട്ടുള്ള MA ബിന്ദുവാണ്. വിവിധ ജില്ലകളിൽ കൂടെ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. മെയ് 1-ന് ഫ്ലാഗ് ഓഫ് MA ബിന്ദുവിന് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 71-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാര സമരം ഇന്ന് 33-ാം ദിവസമാണ്. ഇത്രയും ദിവസമായിട്ടും സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ നാലാം ഘട്ട സമര പ്രഖ്യാപനം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രാപ്പകൽ സമരയാത്ര നടത്താനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. കാളിദാസ്, സമരം വ്യാപിപ്പിക്കുകയാണ് ആശാ വർക്കർമാർ. നാലാം ഘട്ടം എന്ന് പറയുന്നത് കേരളമുടനീളമുള്ള ഒരു രാപ്പകൽ സമര യാത്രയാണ്. ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് ആ രാപ്പകൽ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ.